എന്താണ് ആലപ്പുഴയിൽ ഇത്രയധികം തിങ്ങി നിറഞ്ഞ ഹൗസ് ബോട്ടുകൾ ഉണ്ടാവുകയും എന്നാൽ കണ്ണൂരിൽ ഒന്നുമില്ലാതിരിക്കുന്ന ഒരു അവസ്ഥ വന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് കണ്ണൂർ പോലുള്ള പ്രദേശങ്ങൾ മാർക്കറ്റ് ചെയ്യാൻ പറ്റാതെ? അപ്പോൾ ഈ ടൂർ ഓപ്പറേറ്റർ സംബന്ധിച്ച് ഏറ്റവും എളുപ്പം എന്തെന്നറിയാമോ? ഈ സർക്യൂട്ട് കൊടുക്കുകയാണ്. കാരണം അവിടെ എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് കൊച്ചിയിൽ ആവശ്യത്തിന് ഹോട്ടൽസ് ഉണ്ട്, ഫോർട്ട് കൊച്ചിയിൽ കാണാൻ കാര്യങ്ങളുണ്ട്, കൊച്ചിയിൽ ഷോപ്പിംഗ് നടത്താം. നേരെ മൂന്നാറിൽ പോയ ഇഷ്ടംപോലെ റിസോർട്ട്സ് ഉണ്ട്, മൂന്നാല് സൈറ്റ് സീയിങ് ഓപ്ഷൻസ് ഉണ്ട്. തേക്കടി പോയാലും ഇഷ്ടംപോലെ റിസോർട്ട്സ്, ആലപ്പുഴ കുമരകത്ത് പോയ ഹൗസ് ബോട്ട്, ബാക്കി റിസോർട്ടുകൾ. അവർക്കൊന്നിനൊന്നും പേടിക്കണ്ട. പക്ഷേ ഈ ട്രഡീഷണൽ, ഈ പരമ്പരാഗത കേരള ടൂറിസം സർക്കിട്ടിൽ കിട്ടുന്ന ഈ ബാക്ക് വാട്ടറും ഈ ബീച്ചും ഈ കൾച്ചറും ഇതിനേക്കാൾ മനോഹരമായിട്ടും പ്രിസ്റ്റീനായിട്ടും കന്യകാത്വം നഷ്ടപ്പെടാതെയും നിങ്ങൾക്ക് നോർത്ത് മലബാറിലുണ്ട്. നിങ്ങൾക്ക് വേമ്പനാട് കായൽ ഇവിടെ ഉണ്ടെങ്കിൽ അവിടെ കവായി ഉണ്ട്, വലിയ പറമ്പിയുണ്ട്. നിങ്ങൾക്കിവിടെ കോവളവും നിങ്ങൾക്കിവിടെ മാരാരി ബീച്ചും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കവിടെ ചാൽ ബീച്ചുണ്ട് കണ്ണൂരിൽ, മീൻകുന്ന് ബീച്ചുണ്ട് കണ്ണൂർ, പയ്യാമ്പലമൊക്കെ ലോക്കൽ ബീച്ചാണ്. നിങ്ങൾക്ക് മുഴുപ്പിലങ്ങാട് പോട്ടെ, വേറെ ഇഷ്ടംപോലെ ബീച്ചുകൾ പേര് പറയാൻ, തോട്ടട, ആദികടലായി, അതിമനോഹരമായ ബീച്ചുകളുണ്ട്. കന്യകാത്വം നഷ്ടപ്പെടാത്ത ബീച്ചുകളാണ് ഇതെല്ലാം. ഇനി സംസ്കാരത്തിൻ്റെ കാര്യം വരൂ, കൾച്ചറിൻ്റെ കാര്യം വന്നാൽ തെയ്യം എവിടെയാണുള്ളത്? തെയ്യത്തിൻ്റെ നാട് നോർത്ത് മലബാറാണല്ലോ. ഹിൽ സ്റ്റേഷൻസും ഉണ്ട്. ഹിൽ സ്റ്റേഷൻസ് പൈതൽമല, പാലക്കയം തട്ട്, ഇഷ്ടംപോലെ ഹിൽ സ്റ്റേഷൻ. ഏതാണ്ട് ഒരു 4-5 ജില്ലകൾ ചേർന്ന് കിട്ടുന്ന അനുഭവം ഒരൊറ്റ ജില്ലയിൽ നിന്ന് തന്നെ കിട്ടും. ഒറ്റ ജില്ലയിൽ കണ്ണൂരിൽ നിന്ന് കിട്ടും.